ഹലോ ഗൈസ്, ജിതനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജേണി ടു അവയർനെസ്. ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ചക്രാസും കാര്യങ്ങളിലൊക്കെ നമ്മൾ ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവയർനെസ്, കോൺഷ്യസ്നെസ്, തുരിയ കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മുകളിലോട്ട് വിടില്ല. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾസാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിയും കുറച്ച് കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ബോഡിയിൽ 3 പാർട്ടുണ്ട് ബേസിക്കലി മെയിനായിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന. 1 നമ്മുടെ മൈൻഡ്, 2 നമ്മുടെ ഹാർട്ട്, 3 നമ്മുടെ ബോഡി ഇറ്റ് സെൽഫ്. ഓക്കെ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അഗ്രസീവാണ്, പക്ഷേ ഹാർട്ട് റിസപ്റ്റീവാണ്. നമ്മുടെ മൈൻഡ് മെയിലാണ്, നമ്മുടെ ഹാർട്ട് ഫീമെയിലാണ്. നമ്മുടെ മൈൻഡ് ലോജിക്കാണ്, നമ്മുടെ ഹാർട്ട് ലവാണ്. അതേപോലെ നമ്മുടെ ബോഡി. ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഒരാൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 4ാമതൊരു സ്ഥലമുണ്ട്, ദ 4th ഡയമെൻഷൻ, തുരിയ, അല്ലെങ്കിൽ ദ കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്. ഇതാണ് സ്പിരിച്വൽ ജേണി. ഈ സാധനത്തിനെ തേടിപ്പോകുന്നതാണ് സ്പിരിച്വൽ ജേണി. ചിലർക്ക് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയാം, ചിലർക്ക് കുണ്ടലിനി അവേക്കനിങ് ആണ്. ഡിപ്പെൻഡിങ് നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ സിറ്റുവേഷൻ എവിടെയാണോ അതിനനുസരിച്ചായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള സ്പിരിച്വൽ ജേണിയാണോ അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് ആണോ നിങ്ങൾക്ക് വരണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ തുടങ്ങി പറഞ്ഞത്, നമ്മുടെ ചക്രാസും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടും സ്ട്രോങ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈ കുണ്ടലിനി അവേക്കനിങ് വരുന്ന സമയത്ത് സ്പിരിച്വൽ അവേക്കനിങ്ങിലും കുണ്ടലിനി വരുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല എന്ന് മാത്രം. കുണ്ടലിനി അവേക്കനിങ് പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് ചിലർക്ക് അറിയാൻ പറ്റും, സ്പിരിച്വൽ അവേക്കനിങ് സമയത്ത് പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല ബേസിക്കലി. അപ്പോൾ നമ്മളിതൊന്ന് സ്ട്രോങ് ആക്കാണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ചക്രാസ് നമ്മൾ പിടിക്കുക. ഞാൻ പറഞ്ഞു ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന് കുറേ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ചക്രാസ് ഈ പറഞ്ഞ പോലെ 3 ഇതാണ് ട്രയാങ്കിൾ. അതായത് നമ്മുടെ റൂട്ട് ചക്ര, സേക്രൽ ചക്ര, സോളാർ പ്ലക്സ്, ഇത് 3 തമ്മിലൊരു ട്രയാങ്കിൾ, ഒരു ത്രികോണം. അതേപോലെ മൈൻഡ്, ഹാർട്ട്, ബോഡി, ഇതൊരു ട്രയാങ്കിൾ. ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, 3. ഇനി ഓമിനകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓമിനകത്ത് 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, കണ്ടോ? 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ 3 സ്റ്റേറ്റ്സിൻ്റെ മേളിൽ ഒരു ചന്ദ്രക്കല പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, അതാണ് മായ അല്ലെങ്കിൽ ഇല്യൂഷൻ. ഇതിനെ നമ്മൾ മാറ്റണം. എന്നിട്ട് അതിൻ്റെ മേളിലുള്ള പൊട്ട്, സമാധി അല്ലെങ്കിൽ തുരിയ, ഇതിനകത്തോട്ട് തേടിപ്പോകുന്ന ജേണിയാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുക. മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഞാനെന്തോ കഞ്ചാവ് അടിച്ച് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയണ പോലെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇതാണ് സംഭവം. ഞാൻ വരും ദിവസങ്ങളിൽ പയ്യെ പയ്യെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനും ആ ജേണിയിലോട്ട് പോകുന്ന ഒരാളാണ്, പറഞ്ഞുതരാം. പക്ഷേ ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ആർത്തി പിടിച്ചങ്ങോട്ട് പോകരുത്, പണി കിട്ടും. സമയമാകുമ്പോൾ നമ്മളെ തേടി കാര്യങ്ങൾ വരും, അപ്പോൾ മാത്രം അതിനകത്തോട്ട് ഇറങ്ങുക, അല്ലാണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങരുത്. പക്ഷേ നിങ്ങളുടെ ചക്രാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ നമ്മുടെ ത്രോട്ട് ചക്ര വരെ നമുക്ക് കീപ്പ് ചെയ്യാം, ബാക്കി 2 ചക്രാസ് മാത്രം നമുക്ക് ടൈം ആകുമ്പോൾ ആളുകൾ വന്ന്, അല്ലെങ്കിൽ ടൈം ആകുമ്പോൾ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ചിലവർക്ക് മുൻജന്മ പുണ്യം, മുൻജന്മ ഭാഗ്യം ഒക്കെ ഉള്ളവർക്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നടന്നു പോയിട്ടുണ്ടാവും. എനിക്കൊന്നും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. അത് ഞാൻ പറയാം. പണിയെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ പാതി ദൈവം പാതി, പണിയെടുക്കുക, കാര്യങ്ങളൊക്കെ. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വട്ടാകും, ഞാനെന്തോ ഭ്രാന്ത് പറയണതായിട്ട് നിങ്ങൾക്ക് തോന്നി തുടങ്ങും. അത് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി എടുക്കുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.